യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, കുഞ്ഞുങ്ങൾ, വീട്, ആരോഗ്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, വിദ്യാഭ്യാസം, ജോലി മേഖല, തൊഴിൽ മേഖല, കൃഷിയിടങ്ങൾ, വരുമാന മാർഗങ്ങൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വിവാഹ വാർഷികമോ അതോടൊപ്പം ആരെങ്കിലും മരണം മൂലം വേർപിരിഞ്ഞു പോയതിൻ്റെ ഒരു ഓർമ്മ ദിവസമോ ഉണ്ടെങ്കിൽ എല്ലാം ഈ കൂട്ടത്തിൽ അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഓർമ്മയുള്ള ഒരു ദിവസമാണെങ്കിൽ ദൈവമേ അനുഗ്രഹമുള്ള കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മരണം മൂലം വേർപിരിഞ്ഞു പോയ ആരെക്കുറിച്ചെങ്കിലും ഒരു ദുഃഖമുള്ള ഒരു സാഹചര്യം ഈ ആഴ്ചയിലുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് സ്വർഗഭാഗ്യമുണ്ടാകുവാൻ, ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടാകുവാൻ, ആ ആത്മാവിനെ സ്വർഗത്തിൽ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളോട് കൂടെ. ആമേൻ. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ. ഇന്ന് കേൾക്കുന്ന വചനമാണ് നിയമാവർത്തനം 29 അധ്യായം 9 വാക്യം. പഠിക്കുവാൻ, ഓർക്കുവാൻ, മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. പലരും പറയും, എന്തിനാ വചനം കേൾക്കുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ ഒന്നും ശരിയാകാത്ത. ഇങ്ങനെ പല വിമർശനങ്ങളും പല കാര്യങ്ങളും കേട്ടവരും മടുത്തവരും ഒക്കെ ഉണ്ട്. ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പേടിച്ചാണ് കേൾക്കുന്നത്. ആരെങ്കിലും വചനം കേൾക്കുന്ന ഒച്ച കേട്ടാൽ എന്നെ വഴക്കു പറയും, ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ അങ്ങ് അടുക്കളയുടെ അപ്പുറത്ത് മാറിപ്പോയിരുന്നൊക്കെയാണ് ഇത് കേൾക്കുന്നത്. എനിക്ക് പേടിയാണ് എൻ്റെ വീട്ടിലുള്ളവരെ. നിങ്ങളിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടും കേട്ടോ. നിങ്ങളിലൂടെ ദൈവം ആ കുടുംബത്തെ വിശുദ്ധീകരിക്കും കേട്ടോ. നിങ്ങളിലൂടെ ആ വീട് നല്ലൊരു സമാധാനത്തിൽ സ്വസ്ഥതയിലും എത്തും കേട്ടോ. മനുഷ്യൻ്റെ മുഖമൊക്കെ തെളിഞ്ഞല്ലേലും നിങ്ങൾ ആ ഒറ്റയ്ക്കിരുന്ന് വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഡയറിയിൽ എഴുതി വയ്ക്കുന്നതും മുട്ടുകുത്തി നിൽക്കുന്നതും ഒക്കെ മനുഷ്യരാരും കണ്ടാലും കണ്ടില്ലേലും കുഴപ്പമില്ല. സ്വർഗത്തിലെ ദൈവം സസൂക്ഷ്മം അത് നിരീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുഖം തെളിഞ്ഞായിരിക്കുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മുഖം ഒത്തിരി സന്തോഷമാണ് വചനം കേൾക്കുന്ന നിന്നെ ഓർത്ത്, വചനം മുഴങ്ങുന്ന ഈ കുടുംബത്തെ ഓർത്ത്, വചനം കേൾക്കുന്ന ഈ കുഞ്ഞിനെ ഓർത്ത്, വചനം കേൾക്കുന്ന യുവാവെ, യുവതി, നിന്നെ ഓർത്ത്. മനുഷ്യരെത്ര പേര് സന്തോഷിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. ഈ വചനം ഒന്ന് കേട്ട് നോക്കിക്കേ. നിയമാവർത്തനം 29:9. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന്. എന്തിനാ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? എന്താ? പഠിത്തമായിരിക്കാം, ബിസിനസ്സായിരിക്കാം, ജോലിയായിരിക്കാം, കൃഷിയായിരിക്കാം, എല്ലാം പ്രവർത്തനമല്ലേ. കടലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, ടാക്സി ഓടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, സമർപ്പിതരുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെടാതെ വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സക്സസും വചനവും തമ്മിൽ ബന്ധമുണ്ട്. വചനം കേൾക്കുന്ന ഒരാളിൽ കൈവരുന്ന ദൈവാനുഗ്രഹമാണ് വിജയം, സക്സസ്. എല്ലാവർക്കും വിജയം വേണം. അത് എങ്ങനെ കിട്ടുമെന്നോർത്ത് പരക്കം മാഞ്ഞ് നടക്കുക. ബൈബിൾ കൃത്യമായും വ്യക്തമായും പറയുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയിക്കണോ. അല്ല എങ്ങനെയാലും പോയാൽ മതി, എനിക്ക് എവിടെ എത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല, തട്ടിമുട്ടി ഇങ്ങനെ പോയാൽ മതി. അങ്ങനെയുള്ളവർക്കിത് ബാധകമല്ല. അങ്ങനെയുള്ളവർ സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. പക്ഷെ എനിക്ക് വിജയിക്കണം, എനിക്ക് നന്നായിട്ട് വരണം, എനിക്ക് ഉയരണം, എനിക്ക് രക്ഷപ്പെടണം, വിജയിക്കണോ, ഒരു സക്സസ് വേണോ. ഈ പുസ്തകത്തിനകത്തെ വചനങ്ങൾ കേൾക്കാനും അത് വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും അത് പാലിക്കാനും ശ്രദ്ധിക്കണം. അത് വെരി സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാഴ്വാക്കായിട്ട് പറഞ്ഞൊരു വാക്കല്ല. ഇത് ദൈവം നിനക്ക് തന്ന ഉറപ്പാണ്. ഇതെനിക്ക് ദൈവം തന്ന വാഗ്ദത്ത പ്രകാരമുള്ള ഉറപ്പാണ്. ഇത് വേദപുസ്തകത്തിലെ വാക്കാണ്, ബൈബിളിലെ ദൈവത്തിൻ്റെ സ്വരമാണ്. ജീവിക്കുന്ന ദൈവം പറയുക, നിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന പോലെ ചെയ്താൽ വിജയിക്കുമെന്ന്. ഇല്ലെങ്കിലോ മൂക്കുകാർ ഉള്ള പശുവിനെ മരത്തെ കെട്ടിയ പോലെ എന്നും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും.
എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, കയ്യും കാലും ഇട്ട് അടിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് കിടക്കത്തില്ല. ആ എട്ടുകാലി വലയിലെ പശയിൽ ഒട്ടിയിരിക്കും ആ പ്രാണി. ഇതുപോലെ ചില പ്രശ്നങ്ങളിൽ നീ ഒട്ടിപ്പോകും, പുറത്ത് കിടക്കാൻ പറ്റാതാകും. ചില പ്രതിസന്ധികളിൽ കുടുങ്ങിപ്പോകും, അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റത്തില്ല. വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഇടയിൽ രൂപപ്പെടുന്ന ചുഴികളുണ്ട്, അതിൽ പെട്ടുപോയാൽ കയ്യും കാലും ഇട്ട് അടിച്ചാലും കയറി വരാൻ പറ്റത്തില്ല. എപ്പോഴും 10 മിനിറ്റ് കയ്യും കാലും ഇട്ട് അടിക്കുമ്പോഴും കിടന്നിടത്ത് തന്നെയാണ് വീണ്ടും കിടക്കുന്നത്. പുറകോട്ട് പോവുക, ചുഴിയിലേക്ക് പോവുക. ഇതുപോലെ പല ജീവിതങ്ങളും വിജയിക്കുന്നില്ല. ചുഴിയിൽപ്പെട്ടതുപോലെ, എട്ടുകാലി വലയിൽ വീണ പ്രാണി പോലെ ആ പ്രശ്നത്തിൽ ഒട്ടിക്കിടക്കുക. അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരോട് ദൈവവചനം പറയുക. എന്താ പറഞ്ഞെന്നറിയാമോ? നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും, നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരോട് ദൈവം സംസാരിക്കുക. നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും, നിൻ്റെ വിദ്യാഭ്യാസം വിജയിക്കും, നിൻ്റെ ബിസിനസ് വിജയിക്കും, നിൻ്റെ ഇടപാടുകൾ വിജയിക്കും. നീ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബം അനുഗ്രഹമാകും, നിൻ്റെ ആരോഗ്യം അനുഗ്രഹമാകും. നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കും. അതിനൊറ്റ കാര്യം ചെയ്യണം. ഈ പുസ്തകത്തിലെ, ഈ ഉടമ്പടിയിലെ, ഈ വചനത്തിലെ വചനങ്ങൾ പാലിക്കാൻ, കേൾക്കാൻ ശ്രദ്ധിക്കണം. ഒരു ശ്രദ്ധയിലും വേണം. സാധാരണ ഏതോ ഒരു ലൈബ്രറിയിലെ പുസ്തകത്തിലെ ഏതോ ഒരു കഥ പറയുവല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ്റെ വാക്കുകളാണിത്. ദൈവത്തിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുന്നവനെ ദൈവം വിജയിപ്പിക്കാൻ തുടങ്ങും. അത് അവൻ്റെ കുടുംബത്തിനകത്ത് വിജയം വരും. കുറേ പേര് ഈ വചനം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ അസൂയ മൂത്ത്, കുശുമ്പ് മൂത്ത്, ഇങ്ങനെ കാണുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, കുശുമ്പുണ്ടായിട്ട് കാര്യമില്ല. ആ വ്യക്തി ദൈവത്തിൻ്റെ വചനം കേട്ടും പ്രാർത്ഥിച്ചും നേടിയെടുക്കുന്ന സക്സസ് ആണത്. അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഇല്ലാവചനം പറഞ്ഞ് പിടിപ്പിച്ച് ആ വ്യക്തിയെ തകർക്കാൻ നോക്കിയിട്ട് കഥയില്ല, കാര്യമില്ല. കാരണം ആ വ്യക്തി ഇത് എനിക്കും നിങ്ങൾക്കും പറ്റുന്നതാ. ആവശ്യമില്ലാത്ത അസൂയയും ആവശ്യമില്ലാത്ത കുശുമ്പും അതൊന്നും ഗുണമാകത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? അത് ശ്രദ്ധിക്കാൻ പറ്റുമോ? എഴുതി വയ്ക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെയൊക്കെ അത് പാലിക്കാൻ പറ്റും? നീ സക്സസ് ആകും. നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും, നിൻ്റെ കുടുംബ ജീവിതം വിജയിക്കും. നിൻ്റെ മക്കളെ വിജയത്തോടെ മുന്നോട്ട് നയിക്കാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ നിനക്ക് പറ്റും. ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ ഇടവകയെ അനുഗ്രഹമായി നയിക്കാൻ നിനക്ക് പറ്റും. ഈ സമർപ്പിതരെന്ന നിലയിൽ നിനക്ക് പറ്റും. ഒരു വൈദികൻ എന്ന നിലയിൽ നിനക്ക് പറ്റും. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിനക്ക് പറ്റും. ഒരു ബ്രദർ എന്ന നിലയിൽ നിനക്ക് പറ്റും. പക്ഷേ ഈ വചനങ്ങൾ വേണം. അല്ലാതെ നമ്മൾ വട്ടം കറങ്ങത്തേ ഉള്ളൂ. അല്ലാതെ ഒരു പടി ആഗ്രഹിക്കും, പക്ഷേ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തത്തില്ല. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. കണക്ക് കൂട്ടുന്നതൊന്ന്, വരുന്നത് വേറൊരു വഴിക്ക്. കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ദിവസം വചനം കേട്ട് എല്ലാവരും ഓർക്കുക. ഇത് ദൈവം ഞങ്ങളോട് സംസാരിച്ചതാ. ദൈവം എനിക്ക് തന്നെ ഉറപ്പാ, നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും, ഇന്ന പോലെ ചെയ്താലെന്നും പറഞ്ഞ്. നിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കും. ചെറിയ കാര്യമാകാം, മീഡിയമാകാം, വലുതാകാം, നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും. പക്ഷേ ഈ വചനങ്ങൾ നിനക്ക് വേണം. ഈ വചനത്തിൽ നീ നിൽക്കണം. ഈ വചനം നീ വിശ്വസിക്കണം. നിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കും, നിൻ്റെ കുടുംബജീവിതം വിജയിക്കും, നിൻ്റെ മക്കൾ വിജയിക്കും, നിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വിജയിക്കും. സക്സസ്, സക്സസ്, ദൈവം തരുന്ന സക്സസ് വിജയിക്കും. ആ വാക്കുണ്ട് ഇതിനകത്ത്. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ദിവസം പ്രത്യേകമായി നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം പ്രത്യേകം ഓർക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതാ വിഷയം പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെടാനാണ് പ്രാർത്ഥിക്കുന്നത്. നീ വിജയിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ കുടുംബം അനുഗ്രഹമാകും. ഈ പ്രശ്നങ്ങളൊക്കെ മാറി വരും. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിന്നെ സൂക്ഷിക്കും. നിനക്കൊരു വിജയം തരും. പഠിക്കുന്ന കുഞ്ഞെ, പഠിക്കുന്ന സഹോദരി, പഠിക്കുന്ന യുവാവ്, യുവതി, കോളേജിലായിരിക്കാം, വിദേശ രാജ്യങ്ങളിലായിരിക്കാം, നീ വിജയിക്കും കേട്ടോ. ദൈവവചനം കേൾക്കുന്ന നീ വിജയിക്കും കേട്ടോ. നിനക്കതിനകത്തൊരു ഭാവിയുണ്ട് കേട്ടോ. ദൈവം നിന്നെ അത്ഭുതകരമായി സഹായിക്കും. ദീർഘായുസ്സും ആരോഗ്യവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നിനക്ക് തരും. ദീർഘായുസ് ദൈവം നിനക്ക് തരും. സന്തോഷം നിനക്ക് ദൈവം തരും. ഒരാളുടെ മുമ്പിലും ഒന്നിനും കൈനീട്ടാൻ ദൈവം ഇടവരുത്തിയല്ല കേട്ടോ.
ഒരിക്കലും എവിടെയും നാണം കെട്ടു പോവില്ല കേട്ടോ. എവിടെയും ലജ്ജിച്ച് തല താഴ്ത്താൻ ദൈവം ഇടവരുത്തിയല്ല കേട്ടോ. സ്വർഗത്തിലെ ദൈവം നിന്നെ അത്ഭുതകരമായി സഹായിക്കും. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു നാളുകൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. നിങ്ങൾ ആരെങ്കിലും മരണം മൂലം വേർപിരിഞ്ഞു ആരെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ഈ ആഴ്ചയിലുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിവാഹ വാർഷികമാണ് ഈ ആഴ്ചകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരു ജീവിതവും ഒരു കുടുംബവും തലമുറയും നിങ്ങൾക്ക് ദൈവം തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.